റാണ റാണയെ കൊണ്ടുവന്നത് ഒരുപക്ഷെ ഇന്ത്യക്ക് വലിയ അഭിമാന നിമിഷമാണ്. കാരണം നിരവധി പേരെ കൊലപ്പെടുത്തി അമേരിക്കയിൽ സുഖവാസം നയിച്ച തഹാവൂർ റാണ ഹുസൈൻ, അയാൾ ഇപ്പോൾ പറയുന്നത് ഇന്ത്യക്കാരൊക്കെ ഇത് അർഹിക്കുന്നതാണ്. അപ്പോൾ ഏവനും ഇന്ത്യയിൽ കയറി എന്തും ചെയ്യാം എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത് 2014 ശേഷം ഇല്ലാണ്ടായി. ഇത് ഇന്ത്യയുടെ വിജയമല്ലേ? ഇന്ത്യയിലെ ജനങ്ങളുടെ വിജയമല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യയുടെ വിജയമാണത്. കാരണം തഹാവൂർ റാണ എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻകാരനായിട്ടുള്ള ഭീകരനാണ്. അയാൾ നിരവധി ഭീകര പ്രസ്ഥാനങ്ങൾ, ലഷ്കർ ഇ തോയ്ബ അടക്കമുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് വലിയ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ആളാണ് അയാൾ. അതുകൊണ്ട് ഇന്ത്യയിലെ സ്ഫോടനത്തിനകത്തേക്ക് വളരെ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട്. അയാളിന്നിപ്പോൾ അതിനകത്ത് ഹെഡ്ലിക്കാണ് പങ്കെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇവർക്ക് രണ്ടുപേർക്കുള്ള പങ്ക് ഒരേപോലെ സമാനമായിട്ടുള്ള രീതിയിൽ പങ്കാണ് ഇവർ രണ്ടുപേരും വഹിച്ചത്. ഏകദേശം 58 പേരെയാണ് ഇവിടെ കൊലപ്പെടുത്തിയത്. അതേപോലെ തന്നെ ഏകദേശം നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സംഭവത്തിനകത്ത് അവരെല്ലാം മരണപ്പെട്ടു. നിരവധി മണിക്കൂറുകൾ നീണ്ടു നിന്നിട്ടുള്ള ഒരു സമരത്തിന്, ഒരു യുദ്ധത്തിന് ശേഷമാണ് വാസ്തവത്തിൽ അന്നുള്ള ചില തീവ്രവാദികളെങ്കിലും പിടിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് സാധിച്ചത്. അങ്ങനെ ഒരു ഭാരതത്തെ സംബന്ധിച്ച്, മുംബൈയെ സംബന്ധിച്ച്, മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഓർക്കാൻ ആഗ്രഹമില്ലാത്ത അതിഭീകരമായ സംഭവമാണ് മുംബൈ ഭീകരാക്രമണം. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളെ സംബന്ധിച്ച് ശക്തമായ നടപടിയൊന്നും നമുക്ക് സ്വീകരിക്കാൻ സാധ്യമായിട്ടില്ല. ഇപ്പം തന്നെ നമ്മളിന്ന് പത്രത്തിൽ വായിക്കുന്നത് അന്നത്തെ ഹോം സെക്രട്ടറി ആയിരുന്നു ഇന്ത്യയുടെ ഹോം സെക്രട്ടറി GK പിള്ള. അദ്ദേഹമായിരുന്നു, മലയാളിയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് മുംബൈയിലും വരെ താമസിക്കുന്നത്. ഇയാളെ പോലെ കഴിവുകെട്ട ചില ഉദ്യോഗസ്ഥന്മാരാണ് പ്രശ്നത്തിന് കാരണങ്ങൾ. ഇന്നിപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റാണയുടെ പങ്ക് ചെറുതാണ്, ഹെഡ്ലി അമേരിക്ക സംരക്ഷിച്ചെന്ന്. ഈ റാണയുടെ പങ്ക് ചെറുത് വലുത് തീരുമാനിക്കുക ഇയാൾ ആരാന്ന് മാത്രമല്ല, ഇയാൾ ഈ പ്രശ്നം ലഘൂകരിച്ചുകൊണ്ട് ഹെഡ്ലിയെ പോലുള്ള ആളുകളെ പിടിക്കുന്നതിൽ മാത്രം നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട് ഭരിച്ച ആളുകളുടെ കഴിവുകൾ കൊണ്ടാണ്. ഇയാളിപ്പോൾ GK പിള്ള പറയുന്ന ഹെഡ്ലി എന്ന് പറയുന്ന ആള് 2009 ഇന്ത്യയെ സന്ദർശിച്ചിരുന്നത്. ഈ സംഭവം നടന്ന് പിന്നത്തെ വർഷം, ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് സന്ദർശിച്ചത്. ഇന്ത്യ സന്ദർശിച്ചത് അയാൾ സ്വൈരവിഹാരം നടത്തി തിരിച്ചു പോവാണ്. ഇയാളെ കേസിൽ പ്രതിയായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ പിടിച്ചേനെന്നാണ് ഇത് പത്രത്തിൽ കൂടി GK പിള്ള പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനും GK പിള്ള പണി വേറെ എന്താ ഉള്ളത്? ഈ തരത്തിൽപ്പെട്ട ഹോം സെക്രട്ടറിമാരെ ഇന്ത്യക്ക് ആവശ്യമുണ്ടോ? പക്ഷേ ഇന്ന് ഭാഗ്യവശാൽ ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ, ഇന്ത്യയുടെ ഹോം സെക്രട്ടറി, ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ഇവരെല്ലാം വളരെ കഴിവുള്ള ആളുകളാണ്. ഇപ്പം ഇത് മാത്രമായിരുന്നില്ല, നമ്മൾ അന്നത്തെ മുംബൈയുടെ ASP ആയിരുന്ന ആള്, അദ്ദേഹത്തിന് അന്ന് പരിക്ക് പറ്റിയ ആളാണ്. അദ്ദേഹം ഇന്നിപ്പോൾ NIA നേതൃത്വ സ്ഥാനത്ത് അദ്ദേഹമാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളും എല്ലാം ശക്തമായ നടപടിയാണ് സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ തമ്മിലുള്ള, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കുറ്റവാളികളെ വിട്ടുകിട്ടുവാനായിട്ടുള്ള ഒരു പരിശ്രമം ഇന്ത്യ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇവർക്ക് നേരത്തെ സാധിച്ചില്ലല്ലോ. ഈ GK പിള്ള ഇരുന്നപ്പോൾ സാധിച്ചില്ലല്ലോ. അന്നത്തെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് സാധിച്ചില്ലല്ലോ. ഞാനത് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. ഒരു സർക്കാരുകളെയും കുറ്റപ്പെടുത്തുന്നതിനപ്പുറത്തായിട്ട് ഇന്നത്തെ സർക്കാരിന് ഇത്തരം ഒരു ഇച്ഛാശക്തിയുണ്ട്. കുറ്റവാളികളെ പിടിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ റാണയ്ക്ക് നാളെ ഏത് തരത്തിൽ ശിക്ഷയാണ് കൊടുക്കുന്നത് നമുക്ക് പറയാൻ സാധ്യമല്ല. വേണമെങ്കിൽ ജീവപര്യന്തം തടവാം, അല്ലെങ്കിൽ അയാളെ വേണമെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കാം. ഏതാണെങ്കിലും റാണ എന്ന് പറയുന്ന ആള് ഇന്ത്യ വിരുദ്ധനായിരിക്കുന്ന, പാകിസ്ഥാൻ പക്ഷപാതിയായിരിക്കുന്ന, കനേഡിയൻ അംഗത്വമുള്ള ഒരു അതിഭീകരനായിട്ടുള്ള ആളാണ്. ഇയാൾക്ക് ബന്ധം കൂടുതൽ ഭീകരപ്രസ്ഥാനങ്ങളുമായിട്ടാണ്. ഭീകരപ്രസ്ഥാനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ, ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന ആളാണ് റാണ എന്ന് പറയുന്ന ആള്. അതുകൊണ്ട് തന്നെയാണല്ലോ റാണ പറഞ്ഞത്, ഇവിടുത്തെ ഈ മുംബൈയിൽ നടന്നിട്ടുള്ള ഭീകര ആക്രമണത്തെക്കുറിച്ചിട്ട് അയാളുടെ പ്രസ്താവന വന്നത് ഇത് ഇന്ത്യ അർഹിക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു രാജ്യത്തേക്കും അങ്ങോട്ട് കടന്നാക്രമിക്കാത്ത സ്വഭാവമുള്ളവരാണ് ഇന്ത്യ. ഇന്ത്യയും പാകിസ്ഥാനും ആയിട്ടുണ്ടായിട്ടുള്ള യുദ്ധത്തിൽ ഒരു പ്രാവശ്യം പോലും ഇന്ത്യ അങ്ങോട്ടേക്ക് ആക്രമിച്ചിട്ടില്ല. ഏകദേശം 3-4 പ്രാവശ്യം യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാവുന്നുണ്ടായിട്ടുണ്ട്. ഈ 4 യുദ്ധത്തിലും ഇന്ത്യ അങ്ങോട്ടേക്ക് ആക്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേവലം പ്രതിരോധം തീർക്കുന്ന സമീപനമായിരുന്നു ഇന്ത്യ സർക്കാരിന് ഉണ്ടായിരുന്നത്. അത് 1947 തുടങ്ങിയിട്ട് 1999 വരേക്കുള്ള 52 വർഷക്കാലത്ത് ഇന്ത്യ ആ ചരിത്രത്തിൽ ഒരു സമയത്തും ഇന്ത്യ അങ്ങോട്ടേക്ക് ആക്രമണം നടത്തിയിട്ടില്ല. ഇന്ത്യ മറിച്ച് പ്രതിരോധം മാത്രമാണ് തീർക്കേണ്ടായത്. എന്നിട്ട് പോലും റാണയെ പോലുള്ള ആളുകൾ പറയുന്നത് ഇന്ത്യ അർഹിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണം കൃത്യമായിട്ട് ഭീകര പ്രസ്ഥാനങ്ങൾക്ക് ഒരു വളക്കൂറുള്ള മണ്ണാക്കി ഭാരതത്തെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് റാണയെ പോലെ പരിശ്രമിച്ചു. ആ പരിശ്രമത്തിൻ്റെ കടക്കലാണ് ഇപ്പം വയ്ക്കാൻ പോകുന്നത്.
അങ്ങനെയുള്ള ഭീകരന്മാരായിരിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ ആക്രമണം നടത്തിയിട്ട് വിദേശ രാജ്യത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വിദേശ രാജ്യത്ത് നിന്ന് അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. ഇതൊരു തുടക്കം മാത്രമാണ്. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ അനുഭവങ്ങളില്ല. ഒരുപക്ഷെ ഹോം സെക്രട്ടറി പറഞ്ഞ പോലെ ഹെഡ്ലിയെ കൊണ്ടുവരാൻ വേണ്ടി സാധ്യമായിട്ടില്ല. കാരണം അങ്ങനെ ഇന്ത്യ സർക്കാർ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഭീകരനായിരിക്കുന്ന ആള് ഇന്ത്യയിൽ ഭീകരാക്രമണം കഴിഞ്ഞ് ഇവിടെ താമസിച്ച് ആസൂത്രണങ്ങൾ ചെയ്ത് ഈ ഹെഡ്ലി മടങ്ങിപ്പോയതിനു ശേഷം ഇന്ത്യ ഗവൺമെന്റ് അറിഞ്ഞില്ല. 2014 വരെ ഭരിച്ച ഇന്ത്യ സർക്കാർ ഇവർ അറിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അന്നത്തെ ഹോം സെക്രട്ടറിയാണ് നമ്മൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഹെഡ്ലി കിട്ടിയിരുന്ന എല്ലാം ഞങ്ങൾ ശരിയാക്കാമായിരുന്നു എന്നാ. ഇപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപറ്റം ആളുകളുടെ കഴിവുകേട്, ഭരണകർത്താക്കളുടെ നിഷ്ക്രിയത്വം, ഇതാണ് ഇന്ത്യയിൽ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ വളരാൻ വേണ്ടിയിട്ട് വലിയ പങ്ക്. ആ പങ്കിന് ഏറ്റവും നേതൃപരമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് റാണ. അതുകൊണ്ടാണ് റാണയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിരവധി വർഷങ്ങളായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമമാണ്. ഏകദേശം 2021 തന്നെ അയാൾ ഇന്ത്യയിലെത്തുന്ന വിചാരിച്ചത്. അവിടെ ജില്ലാ കോടതി ഇയാളെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തീരുമാനമൊക്കെ എടുത്തിരുന്നു. അങ്ങനെയാണെങ്കിലും ചില നിയമക്കുരുക്കിൽപ്പെട്ടുകൊണ്ട് അയാൾക്ക് ആ സമയത്ത് വരാൻ വേണ്ടി സാധ്യമായിട്ടില്ല. ഏതാണെങ്കിലും അയാളെ ഇന്ത്യക്ക് നിന്ന് വിട്ടുകിട്ടി എന്നുള്ള വസ്തുതയാണ്. ഇത് ഇത്തരം സകല ഭീകരന്മാർക്കും ഈ ഭീകരന്മാരായിരിക്കുന്ന ആളുകൾക്ക് കടുത്ത ശിക്ഷ കൊടുക്കുന്ന രീതിയിൽ അവർ വിദേശ രാജ്യങ്ങളിലേക്ക് അവർ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാതൃകാപരമായിട്ട് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിൽ നിലവിലിരിക്കുന്നത്. ഈ GK പിള്ള പറയുന്നത് കോൺഗ്രസ് സർക്കാരാണ് ആ സമയത്ത് ഭരിച്ചിരുന്നത്. അപ്പോൾ കോൺഗ്രസ് സർക്കാരിനെ വെള്ളപൂശാനും റാണ, ഇത്ര വലിയ ക്രിമിനലായ റാണ, അല്ലെ കൊടും ഭീകരനായ റാണയെ വെള്ളപൂശാനുമുള്ള ശ്രമമാണ് GK പിള്ളയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരെ മറിച്ച് നമ്മൾ നോക്കിയാൽ ഈ റാണ കൊച്ചിയിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നു, താജ് ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, പലരുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഒരു സ്ത്രീ അയാളോടൊപ്പം ഉണ്ടായിരുന്നു, അത് മലയാളിയാണെന്നും പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് അന്നത്തെ സർക്കാർ ഇക്കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ നിലപാടുകൾ സ്വീകരിക്കാത്തത്? അല്ല, നിലപാട് സ്വീകരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചന്ന് കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം തന്നെയുണ്ട്. കഴിവുള്ള ശക്തമായ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അഭാവമുണ്ട്. മൻമോഹൻ സിംഗ് ആണ് കേന്ദ്രം ഭരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു കാര്യം സ്വയം തീരുമാനിക്കാൻ വേണ്ടി സാധ്യമല്ല. അദ്ദേഹം എന്ത് നയപരിപാടികൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശ്രീമതി സോണിയാഗാന്ധിയുടെ അനുവാദം വേണമായിരുന്നു. ഈ തരത്തിലൊരു അവസ്ഥയാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പം നേരത്തെ പറഞ്ഞ് GK പിള്ള തന്നെ പറയുന്നുണ്ടല്ലോ, ഇയാൾ ഹെഡ്ലി എന്ന് പറയുന്ന ആൾ ഇന്ത്യയിൽ വന്നു, ഇവിടെ ഒന്ന് താമസിച്ചു. ഇന്ന് മാത്രമല്ലോ ചെയ്ത്, റാണ അവിടെ ബോംബെയിൽ ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിച്ചു മുംബൈയിൽ. ആർക്ക് വേണ്ടിയിട്ടാ? ഈ പറയുന്ന ഹെഡ്ലിക്ക് വേണ്ടിയിട്ട്. അതിന് ഓഫീസ് തുറന്നില്ലേ? അതിന് അനുവാദം കൊടുത്താരാ? ഈ പറയുന്ന GK പിള്ള പോലുള്ള ആളുകൾ. ഈ കോൺഗ്രസ് സർക്കാർ ആരാണ് അനുവാദം കൊടുത്തത്? അയാൾ അവിടെ വന്നിട്ട് അയാൾക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ട് നിരവധി പ്രാവശ്യം പരിശ്രമിച്ച റാണയാണ്. ഈ റാണ ബോംബെയിലൊന്നും താമസിച്ചിട്ടില്ലേ? നിരവധി മാസങ്ങളോളം താമസിച്ചില്ലേ ഇവിടെ വന്നിട്ട്? അവിടെ വന്നിട്ട് കച്ചവട സ്ഥാപനങ്ങൾ ആരംഭിച്ചില്ലേ? ഇതൊക്കെ തടയാൻ വേണ്ടി ഏത് സർക്കാരിനെ സംബന്ധിച്ച് സാധിച്ചത്? ഇതൊന്നും ആ കാലത്ത് ഇന്ത്യ ഭരിച്ച സർക്കാരുകൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ഫലമായിട്ടാണ് ഈ തരത്തിൽപ്പെട്ട ഭീകരാക്രമണത്തിൻ്റെ മുമ്പേ വഴിപ്പെട്ടു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഏറ്റവും കണ്ണായിട്ടുള്ള സ്ഥലമാണ്. നമുക്കൊരു പക്ഷേ മുംബൈ ചെല്ലുന്ന സമയത്ത് മുംബൈയിൽ എത്തുന്ന ആളെ സംബന്ധിച്ച് താജ് ഹോട്ടൽ കാണാതിരിക്കാൻ പ്രയാസമാണ്. ആ ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഹോട്ടൽ ഏറ്റവും അഭിമാനകരമായിരിക്കുന്ന ടാറ്റയുടെ ഹോട്ടലാണത്. ആ ഹോട്ടലാണ് ഈ തരത്തിൽ ഭീകരാക്രമണം നടത്തുന്നത്. അവിടെ ആക്രമണം നടത്തുന്നത് മുഴുവൻ ഇന്ത്യക്കാർക്ക് കൊടുക്കാവുന്ന ഗേറ്റ് വേ ഇന്ത്യയുടെ മുമ്പിൽ നടക്കുന്ന ഈ ആക്രമണം നടക്കുന്നത് ഇന്ത്യക്കാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു വലിയൊരു പാഠമാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏത് സ്ഥലത്ത് ഞങ്ങൾ കയറിയിട്ട് ആക്രമണം നടത്തും. അതാണ് ലഷ്കർ-ഇ-തോയ്ബാന് ഉന്നമിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. അതിന് വളം വെച്ചു കൊടുത്തത് കേന്ദ്രം ഭരിച്ചിട്ടുള്ള സർക്കാരാണ്. അവർ നിഷ്ക്രിയത്വമാണ്. അവർ ഉദ്യോഗസ്ഥന്മാർ കെടുകാര്യസ്ഥതയാണ്. അങ്ങനെയുള്ള ചില ഉദ്യോഗസ്ഥന്മാരെ ആണ് ഈ തരത്തിൽപ്പെട്ട ചില പ്രസ്താവനകളൊക്കെ ഇറക്കുന്നത്. ഏതാണെങ്കിലും റാണയെ സംബന്ധിച്ച്, റാണമാരെ സംരക്ഷിക്കുന്നത്, ഞാൻ നേരത്തെ അവർ ഇന്ത്യയിലടക്കം കേരളത്തിലടക്കം വന്നു എന്നാണ് പറയുന്നത്. പലരുമായിട്ട് താമസിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ വിസ പുതുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നാണ് ഹെഡ്ലിക്കൊക്കെ അടക്കം. ഇതൊക്കെ ചെയ്യുന്ന റാണയാണ്. ഈ റാണയ്ക്ക് സൗകര്യം ഒരുക്കി കൊടുത്തതിൽ അക്കാലത്ത് ഭരിച്ചിരിക്കുന്നവരോ അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്കോ പോലും പങ്കുണ്ടോ എന്ന് വേണമെങ്കിൽ GK പിള്ളയുടെ പ്രസ്ഥാനം നമുക്ക് ബോധ്യം വരുന്നുണ്ട്.
കാരണം അല്ലെങ്കിൽ GK പിള്ള എന്തിനാണ് ഇത്തരത്തിൽപ്പെട്ട ഇയാളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് റാണ ഇതിൽ നിസ്സാരക്കാരനായിട്ട് പ്രഖ്യാപിക്കാൻ ഇയാൾ ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതാണെങ്കിലും വളരെ സംശയാസ്പദമായിട്ടുള്ളൊരു സാഹചര്യമാണ് GK പോലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാഷയിൽ നിന്ന്, ശരീരഭാഷയിൽ നിന്ന് നമുക്ക് ബോധ്യം വരുന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.